ചങ്ങായിമാരെ, നോമ്പ് തുടങ്ങുന്ന ഏതാനും മണിക്കൂർ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിന്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. എത്ര പെട്ടെന്നാണ് പോയി നോമ്പ് കഴിഞ്ഞത്. മാസങ്ങളിൽ ഇപ്പോൾ ആഴ്ചകൾ പോലെ പോകുന്നു. ഇൻഷാ അല്ലാഹ് നാളെയും കൂടി മറ്റന്നാൾ റമദാനിലെ ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ്. ഖത്തീബ് മിമ്പറിൽ കയറിച്ച് പറയാനുണ്ട്, അസ്സലാമു അലൈക്കും യാ ഷഹ്റു റമദാൻ എന്നൊരു കരച്ചടി. സത്യം പറഞ്ഞാൽ കണ്ണിന്ന് വെള്ളം വരുന്ന സീനാണ്. നോമ്പലിപ്പോൾ ചറ പറയുന്ന പോലും പായത് പോയി. എല്ലാവരുടെയും നോമ്പും എത്തികാഫും എല്ലാം പടച്ചോൻ സ്വീകരിക്കുമാറാകട്ടെ. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച പെരുന്നാളായിരിക്കും. ഇൻഷാ അല്ലാഹ് പെരുന്നാളിലന്ന് എല്ലാവരും നിസ്കാരം കഴിയുന്ന പരമാവധി കുടുംബ വീടുകളിലും രോഗികളായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും പ്രായമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സന്ദർശിക്കാൻ വേണ്ടി പ്രത്യേകം മുൻഗണന നൽകുക. നിസ്കാരം എന്തായാലും 8:30 മണി നമുക്ക് നിസ്കാരം കഴിയും. വേഗം പോയി നാസ്താക്കിയിട്ട് വേഗം കുടുംബ വീട് സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുക. പെണ്ണുങ്ങന്മാർ കഴിയുന്നതും എന്തായാലും വൈകുന്നേരം മാപ്പിള്ളേത്ത് പോകാൻ വേണ്ടി എന്തായാലും ഇറങ്ങും. അന്നേരം 1 മണിക്കൂർ മുന്നേ നേരത്തെ ഇറങ്ങിയിട്ട് കഴിയുന്ന സുഖമില്ലാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലും പ്രായമാരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാണാൻ വേണ്ടിയെങ്കിലും ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ പോയി അസ്സലാമു അലൈക്കും ഈദ് മുബാറക്ക് പറഞ്ഞ് കുറച്ച് സമയം വർത്താനം പറഞ്ഞില്ല, അവർക്ക് വേറെ തന്നെ ഒരു എനർജി കിട്ടും. ഒരു ദിവസം കുറേ ഗുളിയെല്ലാം കഴിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ നിങ്ങളവിടെ ഇരുന്നൊരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞു കഴിഞ്ഞാലേ വേറെ തന്നെ പവറാവും. നല്ലൊരു എനർജി കിട്ടും. പ്രായമായ ആളുകളുണ്ടെങ്കിലും രോഗികളുണ്ടെങ്കിലും എന്തായാലും കഴിയുന്ന പരമാവധി നിങ്ങളൊന്ന് സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് നോമ്പിൻ്റെ ക്ഷീണം എന്ന് വെച്ചിട്ട് പടവും ചെറിയ ചക്ക മട്ട പോലെ കിടന്നുറങ്ങാൻ നിൽക്കണ്ട. എന്തായാലും 1 മണിക്കൂർ എന്തായാലും മാപ്പിളേത്ത് പോകുന്ന 1 മണിക്കൂർ മുമ്പെങ്കിലും ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള ആൾക്കാർ അടുത്തെവിടെയും ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ എല്ലാ വീട്ടിലും വീഡിയോ കോളിലുണ്ടല്ലോ. പോകാൻ പറ്റാത്ത ആൾ ജസ്റ്റ് ഒരു വീഡിയോ കോളെങ്കിലും ചെയ്തിട്ട് അവരോട് സംസാരിക്കുക. പ്രായമായവരടുത്തും സുഖമില്ലാത്ത ആൾക്കാർക്കെല്ലാം ജസ്റ്റ് ഒന്ന് അതെങ്കിലും സംസാരിച്ചാൽ അവർക്ക് നല്ലൊരു സമാധാനമാണ്. വേറെ ആരെങ്കിലും കാണാൻ പോയിക്കാൻ ഓർ പറയുകയും ചെയ്യും, എന്തേ അടാ ഓൾ ഇന്നലെ വീഡിയോ കോൾ വിളിച്ചിട്ടാ എന്ന് സത്യം പറയല്ലോ. അങ്ങനെ പറയും, അവർക്ക് നല്ലൊരു സന്തോഷം കിട്ടും. അത് പ്രായമാർക്ക് സുഖമില്ലാത്തവർക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്ന അങ്ങനത്തെ ടൈമാണ്. ഇപ്പോൾ നല്ല നിങ്ങൾ ജസ്റ്റ് പോകാൻ കഴിയില്ലെങ്കിൽ വീഡിയോ കോളെങ്കിൽ സംസാരിക്കുക. കാരണം നെറ്റും ഫോണൊന്നും ഇല്ലാതെ ഒരു പറയില്ല. ഇപ്പോൾ വേറെ ആരെങ്കിലും കുടുംബത്തിലെ കാണാൻ പോയി കഴിഞ്ഞാൽ അവർ അത് സന്തോഷത്തോടു കൂടി പറയുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. അവർക്ക് നല്ല സന്തോഷമാണ്. മനസ്സിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കും. നിങ്ങൾ ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും പറയും, ഓള് പെരുന്നാളിലന്ന് വീഡിയോ കോൾ വിളിച്ചിനപ്പാന്ന്. അപ്പോൾ കഴിയുന്ന പരമാവധി എല്ലാവരും പ്രായമുള്ള ആൾക്കാർ സുഖമില്ലാത്ത ആൾക്കാർ എന്തായാലും സന്ദർശിക്കുക. അവരോട് സലാം പറയുക, കുറച്ച് സമയം വർത്താനം പറയാൻ വേണ്ടി ടൈം കണ്ടെത്തുക. ഓക്കെ, തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച പെരുന്നാളാവും എന്ന വിശ്വാസത്തിൽ വൈൻഡപ്പ് പറയണ്ടേ. ക്യാമറാമാൻ സയ്യിദ് മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ. പിന്നെ അഡ്വാൻസ് കണ്ണൂർ സുൽത്താൻ്റെ ഈദ് മുബാറക്ക്. ഇൻഷാ അല്ലാഹ് അഡ്വാൻസ് ഈദ് മുബാറക്ക്. ബാക്കി വിശേഷങ്ങൾ എല്ലാം വേറെ വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അല്ലേ ഈ വീഡിയോ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചടച്ചു പോകും. ഓക്കെ, അസ്സലാമ.